കുറേ നാളായിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ആക്ച്വലി ഇതിന് ഇപ്പോൾ എനിക്ക് പറയാൻ അത്ര അറിയില്ല, എന്നാലും ഞാൻ പറയാം. ഇറ്റാലിയൻ ബൊബലോനിനോ, ഇപ്പോൾ ഇറ്റാലിയൻ ബൊബലോന അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം അറിയെങ്കിൽ, കറക്റ്റ് നെയിം അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം കിട്ടലനാണ്. അപ്പം നമുക്ക് റെസിപ്പിയാണ്. ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കാം. അതിലേക്ക് 1 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അതായത് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അത് നമുക്ക് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3.5 ടേബിൾ സ്പൂണോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ്, അതും നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു ഐറ്റത്തിന് അടിപൊളി ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ് ബട്ടർ, അത് മസ്റ്റായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് എടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. അപ്പോൾ അതും കൂടി ചേർക്കാം. അതിന് ശേഷം മൈദ ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങല വേണ്ടു, നമ്മളിങ്ങനെ കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് വാങ്ങുന്നതിന് മുന്നേ ഞാൻ കൈ കൊണ്ട് കുഴക്കുന്നതിനു. അപ്പോൾ കുഴക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു റബ്ബർ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഈ ഒരു മാവ് കിട്ടും കേട്ടോ. നല്ലോണം വേലിയണം. അപ്പോൾ ഒരു 10-12 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴക്കണം കേട്ടോ, എന്നാലത് ഈ ഒരു പരുവത്തിലാവും. പിന്നെ ഈ ഒരു ഐറ്റം ഉള്ളതുകൊണ്ട് എന്താ പറയുക, അധികം മെനക്കേടൊന്നുമില്ല, പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റമില്ലേ ഞാൻ ആദ്യം ഉണ്ടാക്കിയല്ലോ, എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ആ കുഴച്ച മാവ് ഒന്നും കൂടി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഒന്നും കൂടി കുഴക്കാം. അതിന് ശേഷം ചെറുങ്ങനൊരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് പൊന്തണ്ടേ, അപ്പോഴാണ് ആ ഒരു ബന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഏകദേശം നമ്മൾ ഡോണറ്റിൻ്റെ അനിയനായിട്ട് വരും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂർ ഇത് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് എണ്ണയും കൂടി തടയിട്ട് നമുക്കിത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു കസ്റ്റേർഡ് ഉണ്ടാക്കണം ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു മുട്ടൻ്റെ മഞ്ഞ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഈ ഒരു മുട്ടൻ്റെ മഞ്ഞയും പഞ്ചസാരയും കോൺഫ്ലോറൊക്കെ നല്ല പോലെ ഒന്ന് ക്രീമി ആകുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ബന്ന്. കറക്റ്റായിട്ടുള്ള മധുരം നമുക്ക് ഇപ്പം ബന്നിന് മധുരം വേണ്ട, ഈ ഒരു കസ്റ്റർഡിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ കൂടുതൽ മധുരം ഇട്ട് കൊടുക്കുക, മറ്റേതിൽ കുറവ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടിലും ബാലൻസ് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ഈ ഒരു കോലത്തിൽ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 10-11 ബന്നിൻ്റെ ആ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടൻ്റെ മഞ്ഞന് ധാരാളമാണ് കേട്ടോ. അതിന് വേണ്ടത് നമുക്കിത് കസ്റ്റർഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്തോ കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാല് നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം പാല് നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കാം. അതിന് ശേഷം ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ഇത് ഈ ഒരു കസ്റ്റേർഡിൻ്റെ ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മധുരം ആ സമയത്ത്, അതായത് നമ്മൾ ആ ഒരു മുട്ടൻ്റെ മഞ്ഞയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് അത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സാക്കി കൊടുത്തതിനാൽ സൂപ്പർ ടേസ്റ്റി കസ്റ്റർഡ് റെഡിയായി. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്.
അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാ കുറച്ച് പൊടി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ലോണം പൊന്തി വന്ന മാവാണ്, അവിടെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്കിതൊരു ബോളിൻ്റെ ഷേപ്പിലാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് നീളത്തിൽ പരത്തിയതിന് ശേഷം നമുക്ക് എത്ര ബോൾസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തിക്നെസ്സിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് മൊത്തം ഇപ്പോൾ ഒരു 11 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ബോളിനനുസരിച്ചിട്ടായിരിക്കും ബോളിൻ്റെ വലുപ്പം ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്കിതിങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസാക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല, ചീനച്ചട്ടി ഉണ്ടല്ലോ അത് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മുടെ ഓരോ ബോൾസ് ഉണ്ടല്ലോ ഉരുട്ടി വെച്ചിട്ടുള്ള നമ്മൾ ലഡുവിനൊക്കെ ഇങ്ങനെ ഉരുട്ടൂല, അതുപോലെ കയ്യിൽ കുറച്ച് മൈദ തടയിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് നല്ല ബോൾസിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ആ ഒരു ചൂടായ എണ്ണയിൽ ഇത് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം ചൂടായ എണ്ണയിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാം കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊരു 4-5 മിനിറ്റ് ഇതായി കഴിഞ്ഞാൽ അടിപൊളി ബണ്ണ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഓവന് വേണ്ട, ബീറ്റർ വേണ്ട, നമ്മളെ കൈ മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും ഇതുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ബൊബലോണി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ, അതും ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എണ്ണയോട് കൂടിയിട്ട് തന്നെ ആ ഒരു പഞ്ചസാര നന്നായിട്ട് പിടിക്കും. അപ്പോൾ എൻ്റെയോട് അത് വിട്ടുപോയി, പൊടിച്ച പഞ്ചസാര ഇല്ലേനു. അപ്പം ഞാൻ സാധാരണ തരികളോടുള്ള പഞ്ചസാരയില്ലേ അത് ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ട്, പക്ഷെ അങ്ങനെ പിടിച്ചിക്കൊന്നുമില്ല കേട്ടോ. ആ പൊടിച്ച പഞ്ചസാര തന്നെ വേണം, എന്നാലും അത് കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. പെട്ടെന്ന് ഇത് ഫ്രൈ ആകുന്ന സമയത്ത് പൊടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ പൊടിക്കാണ്ടുന്നത്. അപ്പം പൊടിക്കാത്തത് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കല്ലോ കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതായി ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം അപ്പോൾ നമ്മളിപ്പോൾ ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെച്ചാൽ വേഗം ഒരു 1/4 മണിക്കൂർ തന്നെ ഒന്ന് ചൂടാകും. അപ്പോൾ ചൂട് നന്നായിട്ടൊന്ന് പോയതിന് ശേഷം ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു കത്തിൻ്റെ മുനയെല്ലാം കൊണ്ട് അതിൻ്റെ സൈഡിലൊന്നിങ്ങനെ കുത്തി കൊടുക്കാം, ഫുള്ളായിട്ട് ഒരു ഓൾസ് ആക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, എന്നാലാണ് ഈ ഒരു നല്ല മൊഞ്ചായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ. അപ്പോൾ പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ നമ്മുടെ മിൽമ പാലിൻ്റെ കവർ ഉണ്ടാവില്ലേ അതിലിങ്ങനെ ഫില്ലിങ് നിറച്ചിട്ടാക്കാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നല്ല മൊഞ്ചാണ് കാണാൻ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബൊബലോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിതിൻ്റെ എക്സ്പയർ ഡേറ്റ് പറയുന്നത് നമുക്കിതൊരു 3 ദിവസം കേടാകാണ്ട് പുറത്ത് സൂക്ഷിക്കാം കേട്ടോ. കാരണം ഞാൻ 3 ദിവസം വെച്ചിട്ടും വെടക്കൊന്നും ആയിട്ടില്ല, ക്രീം ആയിക്കോട്ടെ ബന്നായിക്കോട്ടെ. അപ്പം 3 ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം 3 ദിവസം നമുക്ക് ഉറപ്പായിട്ടും ഉപയോഗിക്കാം, അന്ന് തന്നെ തീർക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്, അടിപൊളിയായിട്ടാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you.